ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് ഉച്ച വരെ കിടന്ന് ഉറങ്ങിയിട്ട് ഒന്നും ഉണ്ടാക്കാതെ നേരെ എഴുന്നേച്ച് റെഡി ആയിട്ട് ദേ ബിനു ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാട്ടോ. ഈ മാസം 24-ാം തീയതി ഒരു ഓണപ്പരിപാടി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, പണ്ടത്തെ ഈ ആൾക്കാര് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണാവോ ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പോയെന്ന്. ഇപ്പൊ എന്ത് സുഖമല്ലേ, ബസ് ടൈം നോക്കണമെങ്കിൽ വരെ ആ ഗൂഗിൾ മാപ്പ് എടുത്ത് അങ്ങോട്ട് നോക്കിയാൽ മതി. ഇന്ന് കുറച്ച് ലേറ്റ് ആയി, 5:30-ക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി ഓടുമായിരുന്നേ. 6 മണിക്കാട്ടോ എല്ലാവരും ഡാൻസ് പ്രാക്ടീസിന് വരാൻ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് സമയത്ത് ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റിയോണ്ട് നമുക്ക് ആ ബസ് മിസ്സായില്ല. ബസ് ഇറങ്ങി അമ്മേനെ വിളിച്ചോണ്ട് നടന്നതേ ബിനു ചേച്ചിയുടെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെ മുതിർന്ന കാരണവരാട്ടോ എനിക്ക് വാലോർന്നു തന്നത്. ഇവനൊരു ചക്കര കുട്ടനാണ്, നമ്മുടെ ബിനു ചേച്ചിയുടെ ഇളയ മോനാട്ടോ. ചേച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണിയും കൂടെ ഉണ്ടായിരുന്നു വീട്ടില്. ചേച്ചിയുടെ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഓരോരുത്തരും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആണ് വരാറ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ടേസ്റ്റ് അല്ലായിരിക്കും വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ. ഈവൻ സെയിം റെസിപ്പി ആണെങ്കിൽ പോലും വേറെ ടേസ്റ്റ് ആയിരിക്കും. റാണി ചേച്ചിയുടെയും ബിനു ചേച്ചിയുടെയും മാസ്റ്റർ പീസ് സ്റ്റെപ്പാണ് കേട്ടോ ഇത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്ലെമിംഗ് പാർക്കിലോട്ടാട്ടോ പോകുന്നത്. എല്ലാവരും ഡാൻസ് പ്രാക്ടീസിനായിട്ട് 6:15 ആകുമ്പോഴേക്കും അവിടെ എത്താം എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ബിനു ചേച്ചിയുടെ ഇളയമോൻ ഷോണോ, അവനെ കണ്ടുപഠിക്കണം. സത്യം പറഞ്ഞാൽ എന്ത് മെച്ചൂർഡ് ആയിട്ടാണെന്ന് അറിയോ അവൻ ബിഹേവ് ചെയ്യുന്നത്. 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഡാൻസ് പ്രാക്ടീസിന് ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് പ്രാക്ടീസും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് ഡിന്നറിനായിട്ട് ചിക്കനും മീനും ഒക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കല്യാണ വീട്ടിലെ മീൻകറിയും കേട്ടോ. എനിക്കിപ്പോ മനസ്സിലായി എന്റെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെന്ന്. വെൽ ഡൺ ബൈ. ഇതാണ് ശില്പ ചേച്ചി. ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴാട്ടോ ശില്പ ചേച്ചിനെ പരിചയപ്പെട്ടത്. ചേച്ചിന്റെ സീനിയർ ആയിരുന്നേ. ചേച്ചി ഇവിടെ UK തന്നെ മാഞ്ചസ്റ്ററിലാട്ടോ ഉള്ളത്. അങ്ങനെ ചേച്ചിനോടും കഥ പറഞ്ഞതേ എന്റെ മീൻകറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നല്ലോ.